നമസ്കാരം. കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം. കൂത്താട്ടുകുളം നെല്ലിയക്കാട്ട് മനയിൽ മാതൃപദ സദസ്സും പുസ്തക പ്രകാശനവും നടന്നു. കൂത്താട്ടുകുളം 7 പതിറ്റാണ്ട് കാലത്തെ ഓർമ്മകൾ പങ്കുവച്ച് കൂത്താട്ടുകുളം നെല്ലിയക്കാട്ട് മനയിൽ മാതൃപദ സദസ്സ് നടന്നു. ശ്രീധരീയം ഗ്രൂപ്പ് ചെയർമാൻ NP നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം ലാലു അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി. നാഗാർജുന ആയുർവേദ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ BG ദേവദാസൻ നമ്പൂതിരി അധ്യക്ഷനായി. തന്ത്രി മുഖ്യൻ മനയത്താറ്റിലത്ത് ചന്ദ്രശേഖരൻ നമ്പൂതിരി മാതൃപദ പ്രഭാഷണം നടത്തി. ഹരീഷ് നമ്പൂതിരിപ്പാട് ആമുഖ പ്രഭാഷണം നടത്തി. ജയശ്രീ P നമ്പൂതിരി, ഡോക്ടർ NP ശ്രീകല, DG നമ്പൂതിരി, കുറൂർ വാസുദേവൻ നമ്പൂതിരി, പൂനം സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ശ്ലോകാചാര്യൻ കൊങ്ങാർപിള്ളി ശങ്കരനാരായണൻ നമ്പൂതിരി, PV കൃഷ്ണകുരൂർ, N മധു, രാമു സുബു, ഡോക്ടർ അഞ്ജലി ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു. ജയശ്രീ P നമ്പൂതിരിയുടെ സപ്തതി ആഘോഷവും നടന്നു. ശ്രീധരീയം പബ്ലിക് ലൈബ്രറി, അമനകര ഉറുമ്പിക്കാവ് സമിതി, കൂത്താട്ടുകുളം പ്രസ് ക്ലബ്, റെസിഡൻസ് അസോസിയേഷൻ, സീനിയർ വിമൻ വെൽഫെയർ അസോസിയേഷൻ എന്നിവയുടെ ഭാരവാഹികൾ ചടങ്ങ് ചമച്ചൊരി ജീവിതവല്ലിയിൽ മുത്തശ്ശിയേടത്തി അമ്മായി അമ്മയായി നീളെ വിടർന്നു വിരസുന്നൊരൻ പ്രിയ സോദരിക്കേകുന്നു മംഗളങ്ങൾ. എല്ലാവരുടെയും സൗകര്യപ്രദമായിട്ട് ഇന്നത്തെ ദിവസം തിരഞ്ഞെടുത്തു. അപ്പോൾ ഇതൊരു ചെറിയ സംഗമമാണ്, ചെറിയൊരു സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമുള്ള ഒരു സംഗമം. അതും അത്യാവശ്യം സുഹൃത്തുക്കൾ മാത്രം, എല്ലാ ബന്ധുക്കളും ഇല്ല. കാരണം ജയശ്രീയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള ആളാണ്. എല്ലാ കാര്യങ്ങളിലും എല്ലാവരുടെയും സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ ഓടിയെത്തുന്ന ഒരാളാണ്. ഞാൻ ക്ഷമയോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കൂറിന് സാധാരണ ഞാൻ ക്ഷമയോടെ കേൾക്കാറില്ല. പക്ഷെ ഓപ്പോളുടെ ആ ഒരു ആത്മാർത്ഥത കൊണ്ട് ഞാൻ മുഴുവൻ അത് കേട്ടു. വളരെ മനോഹരമായിട്ടുണ്ട് എന്നെനിക്ക് തോന്നി. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മിഠായി മുത്തശ്ശിയെ കുറിച്ചാണ്. ഓപ്പോളുടെ അമ്മയെ കുറിച്ചുള്ള ആത്മകഥ അല്ലെങ്കിൽ ജീവചരിത്രം എന്നൊക്കെ പറയാവുന്ന ഒരു നോവൽ രൂപത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. അത് ഞാൻ അവതാരിക എഴുതിയപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ചേർക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേണ്ട, സസ്പെൻസ് പോകും. കാരണം അതിൽ ഒരുപാട് സസ്പെൻസുകളുണ്ട്. എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ മറ്റൊരാൾ വായിക്കുമ്പോൾ അതില് തുടക്കം മുതൽ കൂടെയുള്ള ഒരു കഥാപാത്രം ആരാണെന്നൊക്കെയുള്ള ഒരു സസ്പെൻസ് ഉണ്ട്. അന്നും ഇന്നും ഈ പറയുന്ന പോലെ എല്ലാ ഗുണങ്ങളും സൗമ്യഭാവവും മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യാനുള്ളതും അസമയത്ത് എന്നാൽ തന്നെ ആൾക്കാർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ ഒരു പ്രത്യേക വ്യക്തിത്വമാണ്. എല്ലായിടത്തും എത്തും. പഴയ കാലത്ത് ഈ ഡോക്ടർ പലപ്പോഴും ടൂർ പോകും. ഇപ്പം ജയശ്രീയാണ് ഏൽപ്പിക്കുക. ജയശ്രീ എന്ന് പറയും ഞാൻ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് പറയുന്നത്. പക്ഷേ റെപ്രസെൻറ്റേറ്റീവ് മാറിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജയശ്രീക്കായി എല്ലായിടത്തും കൂടുതൽ സ്ഥാനം എല്ലാ കുടുംബത്തിലും. ഇപ്പം ജയശ്രീക്ക് ഇതുപോലെ ഒരു വാസന ഉണ്ടെന്നുള്ള സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു. ഗ്രന്ഥം എഴുതാനുള്ള ഒരു വാസന ഉണ്ടെന്നുള്ളത്. ശ്രീധരീയം ഇവിടെ ഏത് ചടങ്ങുണ്ടെങ്കിലും എന്നെ വരണമെന്ന് പറയും. കഴിയുന്നും ഇവിടെ വർഷങ്ങളായിട്ട് ഞാൻ ഈ ഇല്ലവും അല്ലെങ്കിൽ ശ്രീധരീയവുമായി
ബന്ധപ്പെട്ടതാണ്. ഇവിടെയുള്ള ഓരോ അംഗങ്ങളും എന്നെ വളരെ അടുത്തറിയാം. ഇങ്ങനെ ഉള്ള ഒരു മീറ്റിങ്ങിനല്ലാതെ അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദറിനല്ലാതെ അല്ലാതെയും ഞാൻ ഇടയ്ക്കൂടെ വരാറുണ്ട്. വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് മുമ്പാണെങ്കിൽ എന്നെ ഒരു കാരണവശാലും നേരത്തെ പറഞ്ഞു വിടില്ല. ഇവിടുന്ന് ഊണും കഴിച്ച് പായസവും തന്നതിന് ശേഷമേ എന്നെ വിടുകയുള്ളൂ. വൈകുന്നേരം ആണെങ്കിൽ ചായയും അല്ലെങ്കിൽ കാപ്പിയും ഒരു കടിയും എനിക്ക് ഒന്നുകിൽ രാജൻ, അല്ലെങ്കിൽ ഹരി, അല്ലെങ്കിൽ ഡോക്ടർ ശ്രീകാന്ത്, ഇതൊന്നും അല്ലെങ്കിൽ ഓപ്പോൾ ജയശ്രീ നമ്പൂതിരി മാഡം, ഇവരൊക്കെ എന്നെ വളരെ വളരെ അടുത്ത് സിനിമാ നടൻ എന്നതിനേക്കാൾ കൂടുതലായി ഈ ഇല്ലത്തെ ഒരു അംഗം പോലെ എന്നെ വർഷങ്ങളായി സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണ്, കുടുംബാംഗങ്ങളാണ്. വലിയ ഔപചാരികമായ ഒരു നന്ദിയുടെ ആവശ്യമില്ലാത്ത, കാരണം നമ്മളെല്ലാവരും ബന്ധുക്കളും അതുപോലെ മനസ്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരുമാണ്. അപ്പോൾ അവിടെ ഒരു നന്ദിയുടെ ആവശ്യമില്ല. എങ്കിലും അമ്മയെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയാതെ ഈ ഒരു അവസരത്തിൽ പോകാൻ പറ്റില്ല. ഒരു കവിത കേട്ട പോലെ തന്നെ അമ്മ എന്ന രണ്ടക്ഷരമുള്ളതിൽ അമ്മയാണ് ഉമ്മയാണ് എന്നും എന്നുള്ളത് തീർച്ചയായിട്ടും ഏറ്റവും അതിൻ്റെ മാക്സിമത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അമ്മയുടെ ആ സ്നേഹവും, കാരണം നിന്റെ അല്ലെ അങ്ങനെയുള്ള ഇന്നിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തരും അതാണ്. അമ്മയ്ക്ക് അങ്ങനെയുള്ള നിന്ന് ഏറ്റവും കണ്ടുപഠിക്കേണ്ട, നമ്മൾ താഴെയുള്ളവരെല്ലാവരും കണ്ടുപിടിക്കേണ്ട ഒരു വലിയൊരു പാഠം എന്ന് പറയുന്നത് അമ്മയുടെ ഒരു നിസ്വാർത്ഥത. പിന്നെ എനിക്ക് പറയാനുള്ളത് കേൾക്കാനാണല്ലോ സാറ് പറഞ്ഞത്. പക്ഷെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടുപേരും ഒരു വിവാഹം കഴിച്ച് ഒരു കുറച്ചു നാൾ കഴിഞ്ഞിട്ടും ഒരു കുട്ടി ഉണ്ടായി കാണാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ടല്ലോ. ആ പല നാൾ കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് താലോലിക്കാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ആ ലേബർ റൂമിൻ്റെ വാതിൽ നിൽക്കുമ്പോൾ നമുക്ക് കുട്ടി പറഞ്ഞു വരുന്നുണ്ട്. ഏതാണ് കുട്ടി അതറിയാനുള്ള ആഗ്രഹമുണ്ടല്ലോ. അങ്ങനെ ഈ 10 മാസം നമ്മളതിനെ ഉള്ളിലിട്ട് താലോലിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പുറത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ള അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ. ഏതാണ്ട് അതാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനാക്കിയ എൻ്റെ ഏട്ടൻ, അത് ഏട്ടൻ്റെ ആ വാക്കുകളും ആ തൊട്ടടുത്ത് നിൽക്കുന്നത് പോലെയുള്ള ആ തോന്നലുകളുമാണ് എൻ്റെ ഇതിനെല്ലാത്തിനുമുള്ള പ്രചോദനം. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.